ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറേ ആയി അല്ലേ വന്നിട്ട്. അപ്പം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ മെയിനായിട്ടും നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലേ. ഞാൻ ഹെയർ കട്ട് ചെയ്തു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക്, ബട്ട് നിങ്ങൾക്കാർക്കും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല എന്നെ കാണാൻ. നമ്മുടെ കയ്യിൽ ഉള്ള ബേസിക് ആയിട്ടുള്ള ചെറിയ പ്രൊഡക്ട്സ് വെച്ചിട്ട് എങ്ങനെ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. അപ്പം അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ചെറിയ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ. ഇതൊരു ട്യൂട്ടോറിയൽ എന്ന് പറയാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. പക്ഷേ എനിക്കിതെന്തോ നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. ഞാനിപ്പോൾ ഇതാണ് ഫോളോ ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തതെന്ന് പോയി നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മൾ ഇൻട്രോയിൽ കണ്ട ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിച്ചാൽ, മെയിനായിട്ടും നമ്മളിവിടെ വളരെ കുറച്ച് പ്രൊഡക്ട്സേ യൂസ് ചെയ്യുന്നുള്ളൂ. കളർ കറക്റ്റിംഗ് ഇല്ല, കൺസീലിംഗ് ഇല്ല, ഒന്നുമില്ല. സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഐലൈനർ, ലിപ് ബാം, ലിപ്സ്റ്റിക്, ഇത്രയും സാധനങ്ങളോടെ എങ്ങനെ നമുക്ക് കുറച്ച് എഫേർട്ട് യൂസ് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ടും കുറച്ച് ഒരു 4-5 പ്രൊഡക്ട്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്കൊരു മോയ്സ്ചറൈസർ വേണം. ഈ ഒരു മോയ്സ്ചറൈസറാണ് എടുക്കണം. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ, ഒരു ലിപ് ബാം, ഇത് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് കൊക്കാവോ ലിപ്സ്റ്റിക്, ആ ഷെയ്ഡ് അതാ. ഇതിനായിട്ട് നമുക്കൊരു ഐലൈനർ വേണം. ഇത്രയും പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന മേക്കപ്പ് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് മേക്കപ്പിലോട്ട് പോകാം. സോ നമ്മൾ മോയ്സ്ചറൈസർ എടുക്കുക. ഞാനിങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. കളർ കറക്റ്ററൊക്കെ യൂസ് ചെയ്യാം. അതിപ്പം എനിക്ക് വേണമെന്നുണ്ട്, പക്ഷേ ഇപ്പം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഉള്ളതൊക്കെ വെച്ചിട്ട് ഇപ്പം കോളേജിലൊക്കെ പോവുകയാണെങ്കിലോ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോകാനാണെങ്കിൽ നമുക്ക് ഈ മേക്കപ്പ് യൂസ് ചെയ്യാം. ഭയങ്കരമായിട്ട് പ്രോഡക്ട്സ് ഓവർ യൂസ് ചെയ്യേണ്ടി വരത്തില്ല. ഞാൻ ഓൾറെഡി ഇത് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വെച്ചത്. കാരണം എന്നെപ്പോലെ അധികം മേക്കപ്പ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഇത് ഈസി ആയിരിക്കും. ഇത്രയും സാധനങ്ങളല്ലേ ഉള്ളൂ. മെയിനായിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് വെച്ചാണ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുമല്ല, ഫോണിൽ എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് നമുക്ക് സൺസ്ക്രീൻ ഇടാം. ഞാൻ ഓൾറെഡി ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം മേക്കപ്പ് ചെയ്യുന്നതിന് മേക്കപ്പ് ഒന്നും പറയാം, ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു എന്തെങ്കിലും. ഞാൻ ഓൾറെഡി ലിപ് ബാം നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഈ മേക്കപ്പൊക്കെ ചെയ്യുന്നതിന് മുന്നേ പക്ഷേ ഇട്ടിട്ട് നിൽക്കാതാകുമ്പോഴത്തേക്കും നമ്മൾ ഫൈനൽ ആകുന്ന സമയത്ത് ഒന്ന് ലിപ് കുറച്ചുകൂടെ മോയ്സ്ചർഡായിട്ട് ഇരിക്കും. അപ്പം നമുക്ക് മേക്കപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവിടെ കുറേ ഡാർക്കായിട്ടുണ്ട്, പക്ഷേ ഫോണിൽ അത്രയും കാണുന്നതായിരിക്കും, നേരിട്ട് അങ്ങനെയില്ല. കുഴപ്പമില്ല, നമുക്കിതൊക്കെ ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഐലൈനർ വരയ്ക്കാം. അപ്പം ഇനി നമ്മൾ ഐലൈനർ എവിടെ അപ്പം മേക്കപ്പിൻ്റെ ഒരു ബേസ്, ഇത് മേക്കപ്പ് എന്ന് പറയാമോന്നറിയില്ല, ജസ്റ്റ് ഒരു എന്താ പറയുക, ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പൊടിക്കൈ. ഓക്കെ, നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഐലൈനർ വരയ്ക്കണം. എനിക്ക് ഫോണിൽ നോക്കി വരയ്ക്കാൻ അറിയത്തില്ല, അപ്പം ഞാൻ പോയി വരച്ചിട്ട് വരാം. ഓക്കെ, ഞാനിത് കാണിച്ചു തരാം. എൻ്റെ ഐസ് കുറച്ച് ഹൂഡഡ്, ഒരു ആൽമണ്ട് ഐ പോലത്തെ ഐ. അപ്പോൾ എനിക്ക് ഇങ്ങനെ വേണം വരയ്ക്കാൻ, വിങ് പോലെ ഓവറായിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, പക്ഷേ എനിക്ക് അങ്ങനെ വരുള്ളൂ. അപ്പം ഞാൻ പോയി അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് വരച്ചിട്ട് വരാം. ഇതിപ്പം മറ്റേ ദിഗംബരനെ പോലെ ആവുമെന്ന് എനിക്കറിയില്ല. ലൈറ്റിങ്ങിന് ചെറിയൊരു മാറ്റമുണ്ട്. ഞാൻ എൻ്റെ ഐലൈനർ ഞാൻ ആദ്യമായിട്ടാണ് വരയ്ക്കുന്നത്. എത്രത്തോളം കറക്റ്റായെന്ന് എനിക്കറിയില്ല, ബട്ട് ഓൾമോസ്റ്റ് ഇങ്ങനെ വേണം വരയ്ക്കാൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയിൻ പാർട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നേരിട്ട് കാണുന്ന എത്രത്തോളം ഉണ്ടാവും എനിക്കറിയില്ല ഫോണിൽ കൂടെ. ചിലപ്പോൾ ഫോണിൽ കൂടെ കുറച്ചുകൂടെ ഫേസ് ഡള്ളായിട്ട് തോന്നാം, പക്ഷേ നോ, ട്രസ്റ്റ് ദ പ്രോസസ്. ടച്ചപ്പിന് വേണ്ടി ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. ഇനിയാണ് ദ മെയിൻ പാർട്ട്. ഈ ഒരു ലിപ്സ്റ്റിക് കൊണ്ട്, ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് കൊണ്ട് ആദ്യം നമ്മൾ ലിപ്പിൽ നമ്മൾ കുറച്ച് ഇടാം.
ഫേസ് കുറച്ച് ഓയിലി ആയിട്ട് തോന്നും. ബട്ട് നമുക്കിപ്പം ഈ ഒരു ഓയിൽ കണ്ടൻറ്റ് വേണം. കാരണം നമ്മളിനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകണം. നമുക്കിനി ഈ ഒരു ലിപ്സ്റ്റിക് കൊണ്ട് ബ്ലഷായിട്ട് ഇടാം. ഓക്കെ, പേടിക്കണ്ട, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ആര് വന്ന് അടിച്ചതുപോലെ തോന്നും, ബട്ട് സോറി, അത് എൻ്റെ മിസ്റ്റേക്ക് ആണ്. ഇനി നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് കൂടെ ഇടണം. നമ്മൾ ഇവിടെ ഇട്ടു, അത് നിങ്ങൾ കണ്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ അങ്ങ് കണ്ണാടി പോയി ഇട്ട് ഇവിടെ ഇടാം. എൻ്റെ കയ്യിൽ ബ്രഷോ ഒന്നുമില്ല, ജസ്റ്റ് കൈ. നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു മേക്കപ്പ് അറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇനി ഈ ഒരു ഭാഗത്ത് കുറച്ച് ഇടണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷെയ്ഡ് കറക്റ്റ് ആവാൻ എന്നാണ് പൊതുവെ പറയുന്നത്. ഇത് എത്രത്തോളം വർക്കിംഗ് ആണ്, അയ്യോ, ഇത് എത്രത്തോളം വർക്കിംഗ് ആണ് എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ ഒറ്റ പ്രാവശ്യമേ ഇത് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് പക്ഷെ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു. നമുക്കിനി ലൈറ്റിംഗ് ഒന്ന്, അയ്യോ ഇതെന്താ ഇത്, നമുക്ക് ഇനി ഓൾമോസ്റ്റ് നമ്മളുടെ ഒരു ലുക്ക് കംപ്ലീറ്റ് ആണ്. ആക്ച്വലി ലുക്കിംഗ് ഗുഡ് അല്ലേ. പിന്നെ നമുക്കിനി ഈ ഓയിൽ കണ്ടൻറ്റ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പൗഡർ യൂസ് ചെയ്ത് ജസ്റ്റ് ഇവിടെയും ഒന്ന് മാറ്റാം. കാരണം നമുക്ക് മെയിനായിട്ട് ഈ ഇത്രയും ഭാഗത്താണ് ആ ഒരു ഓയിൽ കണ്ടൻറ്റ് മെയിനായിട്ടും കാണിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യാം. ഇനിയിപ്പം നിങ്ങൾക്ക് ഹെയർ കെട്ടണം എന്നുണ്ടെങ്കിൽ കെട്ടാം, വേണ്ടെന്നുണ്ടെങ്കിൽ കെട്ടണ്ട. ഓക്കെ, സോ നമുക്ക് ഇനി പോയി നമ്മുടെ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടെന്നാലോ. ഓക്കെ, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? കണ്ണാടി വെക്കണം എന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ഇരിക്കും. ബട്ട് നമുക്ക് ഡിസ്റ്റർബൻസ് വേണ്ട, നമുക്കിത് മാറ്റാം. സോ എങ്ങനെയുണ്ടെന്ന് പറയാം. വലിയ വ്യത്യാസം കാണില്ല, ബട്ട് നമ്മളുടെ ആ ഒരു നോർമൽ ഫേസ് കുറച്ച് വ്യത്യാസം വരും. നമുക്ക് ഫോണിൽ നേരെ കാണാൻ പറ്റില്ല, ബട്ട് നമുക്ക് ഫോട്ടോസിൽ നന്നായിട്ട് അറിയാൻ പറ്റും, നേരിട്ട് നന്നായിട്ട് അറിയാൻ പറ്റും. എങ്ങനെയുണ്ട്? അപ്പോൾ ഫൈനലി ഞാൻ ലുക്ക് ക്രിയേറ്റ് ചെയ്തു. ഇത് ചെയ്യാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് മതി. അതിനുള്ളിൽ നമുക്ക് ഈ വീഡിയോ അല്ല, ഈ ഒരു ലുക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അത് നല്ല ചൂടുണ്ട്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വരാം. ബൈ.